നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്നുള്ള അവകാശവാദമാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. IDF സഖ്യം തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഹമാസുമായി യുദ്ധം ആരംഭിച്ച് 3 മാസം പിന്നിട്ടിരിക്കുന്നു. അതിശക്തമായ യുദ്ധം തന്നെയാണ് പല മേഖലകളിലും ഇപ്പോഴും നടക്കുന്നത്. ഹമാസും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ആയുധങ്ങളുമായി വലിയ തോതിലുള്ള യുദ്ധസന്നാഹം ഒരുക്കുന്നുണ്ട്. അപ്പോഴാണ് തുരങ്കങ്ങളിൽ വെള്ളം കയറ്റിയും തീയിട്ടുമൊക്കെ ഇസ്രയേൽ സൈനികർ ഹമാസ് പോരാളികളെ ഭയപ്പെടുത്തുന്നത്, ഓടിക്കുന്നത്. ഇസ്രയേൽ സൈന്യം ഇപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖലയെ പൂർണ്ണമായും തകർത്തുവെന്നാണ് IDF സൈനിക വക്താവായ ഡാനിയൽ ഹഗാരി പറയുന്നത്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഹമാസ് കമാൻഡർമാരുടെ സാന്നിധ്യമൊക്കെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അവരുടെ ഒരു സാന്നിധ്യവും ഇല്ലാതെയാണ് ഈ മേഖല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മധ്യതെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഇനി ഇസ്രയേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട അടുത്ത ലക്ഷ്യം. അതുകൂടി പൂർത്തീകരിച്ച് അതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശേഷം ഗാസയുടെ സ്വാതന്ത്ര്യം അതുണ്ടാകും. ഒക്ടോബർ 7-ാം തീയതി ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ തന്നെയാണ് ഇങ്ങനെ വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിതെളിച്ചത്. അന്ന് 1000-ലധികം ഇസ്രയേലി പൗരന്മാർ മരണപ്പെട്ടതിന് പിന്നാലെയാണ് ആ ആക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം ഇസ്രയേൽ നടത്തിയത്. യുദ്ധപ്രഖ്യാപനമുണ്ടായി. ഹമാസിന് അവസാന സമയവും നൽകിയിരുന്നു. പക്ഷേ ഹമാസ് ആകട്ടെ ബന്ദികളെ പിടിച്ചു കൊണ്ടുപോവുകയും ഇസ്രയേലിനെതിരെ വിലപേശുകയുമാണ് ആ ഘട്ടത്തിലും ചെയ്തത്. ഇടയ്ക്ക് വെടിനിർത്തൽ കരാറൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും തന്നെ വിലപ്പോയില്ല. പകർച്ചവ്യാധിയുടെയും പട്ടിണിയുടെയും നടുവിൽ നരകിക്കുകയാണ് ഇപ്പോൾ ഗാസ. നിലവിൽ 22,722 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് 3 മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതിൽ 5,81,666 പേർ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ മാത്രം 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 250ഓളം പേർക്ക് പരിക്കും സംഭവിച്ചു. അതിരൂക്ഷമായ ആക്രമണമാണ് തെക്കൻ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖാൻ യൂനിസിൽ വീടുകൾക്ക് മുകളിൽ പോലും ബോംബിട്ട് തകർക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. ഈ ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിൽ മാത്രം 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മേഖലയിൽ അല്ലമല ആശുപത്രി പരിസരത്ത് പീരങ്കി ആക്രമണവും കനത്തു തന്നെയാണ് തുടരുന്നത്. വെടിവെപ്പും അതുപോലെ തന്നെ തുടരുന്നുവെന്നാണ് പലസ്തീൻ റെഡ് ക്രസൻറ്റ് സൊസൈറ്റി പറയുന്നത്. ഗാസ ഇപ്പോൾ ജീവിക്കാൻ കൊള്ളാത്ത നരകതുല്യമായ ഒരു നഗരമായി മാറിയിരിക്കുന്നുവെന്നാണ് UN ജീവകാരുണ്യ വിഭാഗം മേധാവി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെസ്റ്റ് ബാങ്കിലും അതുപോലെ കിഴക്കൻ ജെറുസലേമിലുമൊക്കെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് പലസ്തീൻ ജനത കാട്ടിയത്. ഇസ്രയേൽ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് ആരോപണം ഉയരുന്നത്. പല വീടുകളും ഇന്ന് ഛന്നഭിന്നമായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് പാർക്കാൻ വാസയോഗ്യമല്ലാത്ത രീതിയിൽ ഗാസ നഗരം നരകമായി തീർന്നിരിക്കുന്നുവെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.